അല്പസമയം ദൈവവചനം ചിന്തയ്ക്കായി എടുക്കുമ്പോൾ സ്തോത്രം 1 യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം സ്തോത്രം ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ജോൺ ചാപ്റ്റർ 3 വേഴ്സ് നമ്പർ 2 വചനം ഇങ്ങനെ പറയുന്നു, ഡിയർ ഫ്രണ്ട്സ്, വി ആർ ഓൾറെഡി ഗോഡ്സ് ചിൽഡ്രൻ. Hallelujah. But he has not yet shown us what we will be like when Christ appears, but we do know that we will be like him, for we will see him as he really is. വായിച്ച് 1 യോഹന്നാൻ 3:2. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. നാം എന്തായി തീരുമെന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ നാം ക്രിസ്തുവിനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകുമെന്ന് അവനോട് സദൃശ്യന്മാര് ആകുമെന്ന് നാം അറിയുന്നു. ഇതാണ് ഇതിനകത്തെ മുഖ്യ ഭാഗം. വചനം പറയുന്നു, വി ആർ ഓൾറെഡി ഗോഡ്സ് ചിൽഡ്രൻ. കണ്ടോ, നമ്മൾ ഓരോരുത്തരും ദൈവമക്കളാണ്. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ദൈവമക്കൾ തന്നെയാണ്. വി ആർ ഓൾറെഡി ഗോഡ്സ് ചിൽഡ്രൻ. എന്ന് വെച്ചാൽ ഈ വചനം ഇന്ന് വായിക്കുമ്പോഴോ കേൾക്കുമ്പോഴോ ഒരു കാര്യം തിരിച്ചറിയേണ്ടത് എന്താണ്? ഞാൻ ദൈവ പൈതലാണ്. ഹല്ലേലൂയ. ഇന്ന് വിളിച്ചു പറഞ്ഞേ, ഞാൻ ഒരു ദൈവ പൈതലാണ്, ഞാൻ ദൈവത്തിൻ്റെ മകളാണ്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്. സ്തോത്രം. എന്നൊരു വചനം പറയുന്നു, ഹല്ലേലൂയ, ഇത് യാഥാർത്ഥ്യമാണ്. ഇറ്റ് ഈസ് റിയൽ, ഇറ്റ് ഈസ് ദ റിയാലിറ്റി. നാം ദൈവ മക്കളാണ്, ഞാൻ ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ഇതാണ് ഉറപ്പ്, വേറെ ഒന്നുമല്ല. പിശാച് പറയുന്ന കള്ളത്തരവും നുണയും, ലോകം പറയുന്ന കള്ളത്തരവും നുണയും. ലോകം ചിലപ്പം പറയും നീ ഒരു തോൽവിയാണെന്ന്. ലോകം പറയുമായിരിക്കും നിന്നെ കൊണ്ട് എന്തോ ഇനി കൊള്ളിക്കും. ലോകം പറയും നമുക്കൊരു പേരുണ്ട്, നമുക്കൊരു അഡ്രസ്സ് ഉണ്ട്, പറയും എന്താണ് ഞാൻ ഇന്നയാളുടെ മകനാണ്, ഇന്നയാളുടെ മകളാണെന്ന്. ആ അപ്പനോ അമ്മയോ തോറ്റവരാണെങ്കിൽ ലോകം യാഥാർത്ഥ്യമായി നമ്മളെ നോക്കിയിട്ട് പറയും നീയും തോറ്റതാണെന്ന് പറയും. പക്ഷെ ഞാൻ പറയട്ടെ, ദൈവം പറയുന്നു യു ആർ ഗോഡ്സ് ചൈൽഡ്. ഹല്ലേലൂയ. ദൈവം പറയുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ മകളാണ്, മകനാണ്. ഇതാണ് റിയാലിറ്റി. ഹല്ലേലൂയ. ഇതാണ് യാഥാർത്ഥ്യം. സ്തോത്രം. എന്നിട്ട് വചനം അവിടെ പറയുന്നു, നാം ഹല്ലേലൂയ എങ്ങനെ ദൈവം നമുക്ക് ഏത് വിധത്തിലാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്കൊരു കാര്യം അറിയാം, നാം അവനെ ആയിരിക്കുന്നത് പോലെ നാം കാണും. ഹല്ലേലൂയ. വി വിൽ സീ ഹിം ആസ് ഹി റിയലി ഈസ്. ഹല്ലേലൂയ. എന്താന്ന് വെച്ചാൽ മക്കൾക്ക് മാത്രമേ അപ്പനെ ശരിക്കും കാണാൻ പറ്റത്തുള്ളൂ. ഞാൻ വീടുകളുടെ ഒരു ഉദാഹരണം എടുക്കാം. ഒരു മനുഷ്യൻ അയാളുടെ വീട്ടിൽ ഏത് വിധത്തിൽ ആയിരിക്കും? റിയലായിട്ടുള്ള വ്യക്തിയായിരിക്കും, അല്ലേ? പുറത്ത് ആൾക്കാർ പറയും ഈ വ്യക്തി കണ്ടോ ഭയങ്കര ദേഷ്യം പെട്ടെന്ന് വരുന്നയാളാണ്, പുറത്തുള്ളവർ പറയും, അല്ലേ? പുറത്തുള്ളവർ ചിലപ്പം പറയുമായിരിക്കും ഇയാൾ ഒരു കളിപ്പിക്കുന്ന ആളാണ് എന്ന് പറയുമായിരിക്കും. ചിലപ്പം പുറത്തുള്ള ആൾക്കാർ പറയുമായിരിക്കും ഇയാളുടെ അടുത്ത് ചെന്നാൽ ഇയാൾ എളുപ്പം ഒന്നും തീരുമാനങ്ങളൊന്നും എടുക്കത്തില്ല, ഇയാൾ ഇങ്ങനെ തീരുമാനം എടുത്തു മാറ്റി അങ്ങനെയൊക്കെ പറയുമായിരിക്കും. പക്ഷേ വീട്ടിൽ വരുമ്പം ശരിക്കും അപ്പൻ എങ്ങനത്തെ അപ്പനാണെന്ന്, അല്ലെങ്കിൽ എങ്ങനത്തെ വ്യക്തിയാണെന്ന് തനി രൂപം അല്ലെങ്കിൽ തനി സ്വഭാവം മക്കളുടെ അടുത്ത് അല്ലെങ്കിൽ ഭാര്യയുടെ അടുത്ത് കാണിച്ചിരിക്കും, അല്ലേ? അപ്പം പുറമേ പറയുന്നത് പോലല്ല, വീടിനകത്ത് ആൾക്കാർ പറയും ഈ അപ്പനോ ഭയങ്കര സ്നേഹമുള്ളതാ, അപ്പന് ഞങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്, അപ്പൻ ഇങ്ങനെ പറയും അങ്ങനെ പറയും എന്നൊക്കെ പറയും, അല്ലേ? അപ്പം ലോകം പറയുന്നത് പോലെ ആയിരിക്കത്തില്ല വീട്ടിലുള്ളവർ അപ്പനെക്കുറിച്ച് പറയുന്നത്. ഞാനൊരു കുറേ നാളുകൾക്ക് മുമ്പ് ഒരു കാര്യം കേട്ടതാ. ഒരു അപ്പൻ മരിച്ചു പോയപ്പം ആ അപ്പൻ്റെ ഇങ്ങനെ മരിച്ച ആ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പം നാട്ടുകാരൊക്കെ ഓരോരുത്തരായിട്ട് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ അപ്പൻ ഭയങ്കര ഈ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞു, അയാൾ ഭയങ്കര ഉപകാരിയായിരുന്നു, അയാൾ ഭയങ്കര ദാനധർമ്മിയായിരുന്നു, ഭയങ്കര സ്നേഹിക്കുന്നവനായിരുന്നു, ഭയങ്കര നല്ല തീരുമാനങ്ങൾ അവരുടെയൊക്കെ ജീവിതത്തിൽ എടുത്തു കൊടുത്തൊരു വ്യക്തിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ കുറേ അയാളെക്കുറിച്ച് കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞപ്പം മകൻ അങ്ങേർക്ക് 2 ആൺമക്കൾ, പ്രായമായ 2 ആൺമക്കളുണ്ടായിരുന്നു. അപ്പം മൂത്ത മോൻ അമ്മയെ നോക്കിയിട്ട് അമ്മയോട് ചോദിച്ചു, അമ്മേ ഇത് നമ്മുടെ അപ്പനെക്കുറിച്ച് തന്നെയാണോ ഈ പറയുന്നത് എന്ന് ചോദിച്ചു. എന്താണെന്ന് വെച്ചാൽ അങ്ങേര് വീട്ടിൽ സിംഹവും പുറത്ത് ചെന്നാൽ പഞ്ചപാവവും നല്ലൊരു മനുഷ്യനുമായിരുന്നു. കണ്ടോ, നേരെ തിരിച്ചുമായിരിക്കാം, അല്ലേ? വീട്ടിൽ ഭയങ്കര
സൗമ്യനും പക്ഷെ പുറത്ത് ചെന്ന് മറ്റുള്ളവരെ ചാടിക്കടിക്കുന്ന ഒരു വ്യക്തിയുമായിരിക്കാം. ചിലവരെ കുറിച്ച് പറഞ്ഞു കേട്ടില്ലേ, വീട്ടിൽ പൂച്ചയാ പക്ഷെ പുറത്തിറങ്ങിയാൽ പുലിയാന്നൊക്കെ കേട്ടിട്ടില്ലേ, അതേപോലെ. അപ്പം തിരുവചനം നമ്മളോട് പറയുന്നു, ഹല്ലേലൂയ, നമുക്കിപ്പം നമ്മൾക്ക് യാഥാർത്ഥ്യമായി നമുക്ക് അറിയത്തില്ല, പക്ഷേ നമുക്കൊരു കാര്യം ഉറപ്പുണ്ട്, നാം അവനെ പോലെ ആയിരിക്കും. എന്തുകൊണ്ടെന്നാൽ for we will see him as he really is. നമ്മൾ അവനായിരിക്കുന്നത് പോലെ അവനെ നാം കാണും. ഹല്ലേലൂയ. നമ്മളുടെ അപ്പൻ നമ്മളുടെ അടുത്ത് മാത്രമേ ആരാണെന്ന് ശരിക്കുമുള്ളത് വെളിപ്പെടുത്തി തരത്തുള്ളൂ. സ്തോത്രം. തൻ്റെ പ്രിയ മക്കൾക്ക് മാത്രമേ വെളിപ്പെടുത്തി കൊടുക്കത്തുള്ളൂ അപ്പൻ ആരെന്ന്. അതാ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, മറ്റുള്ളവരെ പോലല്ല, നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുക സ്വർഗത്തിലെ മർമ്മങ്ങളും രഹസ്യങ്ങളും അറിയുവാൻ വേണ്ടി. ഹല്ലേലൂയ. മക്കൾക്ക് മാത്രമേ അറിയത്തുള്ളൂ അപ്പനമ്മമാരുടെ രഹസ്യങ്ങളും സകല കാര്യങ്ങളും, അല്ലേ? മക്കൾക്ക് അറിയാം. നമ്മൾ ഭൂമിയിലെ അപ്പനമ്മമാരെ എടുത്താൽ, നമ്മുടെ വീടുകളൊക്കെ എടുത്താൽ, നമുക്ക് മക്കൾക്കറിയാം അപ്പനമ്മമാർക്ക് എന്തുണ്ട്, അവർക്ക് എവിടാണ് വീട്, അവരുടെ എവിടാണ് സമ്പാദ്യം, അവരുടെ എന്താണ്, അവരുടെ എല്ലാ രഹസ്യങ്ങളും മക്കൾക്കറിയാം, അല്ലേ? അതിലുപരിയായിട്ട് സ്തോത്രം, സ്വർഗത്തിലെ അപ്പായുടെ സകല രഹസ്യങ്ങളും സകല മർമ്മങ്ങളും ഹല്ലേലൂയ തൻ്റെ മക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അപ്പായോട് ബന്ധം കൂടുന്തോറും ഹല്ലേലൂയ, ബന്ധം കൂട്ടുന്തോറും സ്തോത്രം, സ്വർഗത്തിലെ സകല ആത്മീയ രഹസ്യങ്ങളും മർമ്മങ്ങളും നമുക്ക് വെളിപ്പെട്ട് ഇരിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന് മഹത്വം. അപ്പം വചനം പറയുന്നു, നാം ദൈവത്തിൻ്റെ മക്കളാണ്. 2 വചനം പറയുന്നു, നാം ക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കും, വെളിപ്പെടേണ്ട വണ്ണം നമുക്ക് വെളിപ്പെട്ടിരിക്കും. സ്തോത്രം. അപ്പം നാം ദൈവ മക്കളാണെങ്കിൽ ദൈവത്തിനെ പോലെ നമ്മളെ ആക്കിയെടുക്കും, അല്ലേ? ദൈവത്തിനെ പോലെ ആക്കിയെടുക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഹി ഈസ് ഹോലി. ദൈവം വിശുദ്ധനാണ്. ദൈവം പരമ വിശുദ്ധനാണ്, സകലത്തിലും വിശുദ്ധിയുള്ളവനാണ്. ഹി ഈസ് ഹോലി. യോഹന്നാൻ്റെ ലേഖനം 15-ാം അധ്യായം 3-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ജോൺ ചാപ്റ്റർ 15 വേഴ്സ് നമ്പർ 3 ഇങ്ങനെ പറയുന്നു, യു ഹാവ് ഓൾറെഡി ബീൻ പ്രൂൺഡ് ആൻഡ് പ്യൂരിഫൈഡ് ബൈ ദ മെസ്സേജ് ഐ ഹാവ് ഗിവൻ യു. ഹല്ലേലൂയ. യോഹന്നാൻ ജോൺ ചാപ്റ്റർ 15 വേഴ്സ് നമ്പർ 3. ഞാൻ നിങ്ങളോട് സംസാരിച്ച് വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവര് ആയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം കണ്ടോ, ഒരിടത്ത് പറഞ്ഞു നാം ദൈവമക്കള്, നാം ദൈവത്തിനെ പോലെ തന്നെ ആയിരിക്കും, അവനെ ആയിരിക്കുന്നത് പോലെ കാണും, അവനെ ആയിരിക്കുന്ന പോലെ അനുഭവിക്കും, നാം അവനെ പോലെ ആയിരിക്കും. എന്നിട്ട് 2 യോഹന്നാൻ സുവിശേഷത്തിനകത്ത് പറയുന്നു, നമ്മൾ വിശുദ്ധരാണ്. ഹല്ലേലൂയ. നമ്മൾ കേൾക്കുന്ന വചനത്താൽ നമ്മൾ വിശുദ്ധിയുള്ളവരാണ്. സ്തോത്രം. നമ്മൾ ഇനിയും വിശുദ്ധിക്ക് വേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവവചനം കേട്ടാൽ മതി, ഈ ദൈവവചനം വായിച്ചാൽ മതി, ദൈവവചനം ധ്യാനിച്ചാൽ മതി. ദൈവവചനം കേൾക്കും തോറും തോറും ദൈവവചനം വായിക്കും തോറും ദൈവവചനം ഭക്ഷിക്കും തോറും എന്തുവായിത്തീരും? നമ്മൾ പിതാവിനെ പോലെ ആയിത്തീരും, നമ്മളുടെ സ്വർഗത്തിലെ അപ്പായെ പോലെ നമ്മളായിത്തീരും. അപ്പം നമ്മൾ ദൈവമക്കളാണ്. ദൈവമക്കളായിരിക്കുന്നത് കൊണ്ട് നമ്മൾ ദൈവത്തിനെ പോലെ ആയിരിക്കണം, നമ്മൾ വിശുദ്ധരായിരിക്കണം. അതിന് നമ്മളെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, അല്ലേ? നമ്മളെ വചനത്തിലൂടെ കൂട്ടിക്കൊണ്ട് പോയാൽ നമ്മളെ വഴി നടത്തുന്നത്, നമ്മളെ വിശുദ്ധരാക്കുന്നത്, നമ്മളെ ദൈവമക്കളെ പോലെ പൂർണ്ണ പദവിക്കകത്തേക്ക് എത്തിക്കുന്നത്, അല്ലേ? നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ജനിച്ചു കഴിയുമ്പം ലോകത്ത് അവർക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാകാൻ വേണ്ടിയാണ് കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിയുമ്പോൾ ആ ജനിച്ച പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കാൻ നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കും. ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന സകല റെക്കോർഡ്സും കൊണ്ടാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നത്. ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവർ ഈ ലോകത്തിലെ രജിസ്ട്രേഷനകത്ത് അവരും കയറും. ഹല്ലേലൂയ. ലോകത്തിനകത്ത് ഒരു എണ്ണം ആയി തീരും അവർ. സ്തോത്രം. അതേപോലെ തന്നെ ദൈവരാജ്യത്തിനകത്ത് ദൈവമക്കളായി തീർന്നു കഴിയുമ്പോൾ ഹല്ലേലൂയ, നമ്മളുടെ ഈ വിശുദ്ധീകരണം അല്ലെങ്കിൽ നമ്മളുടെ ആ പ്രോസസ്സിലൂടെ ദൈവവചനമാണ് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. സ്തോത്രം. നമ്മളെ ആ പൂർണ്ണ വിശുദ്ധിക്കകത്തേക്കും പൂർണ്ണമായി ദൈവത്തിൻ്റെ മക്കളെ പോലെയും ആക്കി തീർക്കുന്നത്. മടങ്ങി വരാം, 1 യോഹന്നാൻ 3-നകത്തേക്ക് മടങ്ങി വരാം. സ്തോത്രം. മടങ്ങി വന്ന അതിൻ്റെ 9-ാം വാക്യം ഒന്ന് നോക്കാം.
3:9. ഇത് മൂന്നാമത്തെ ഒരു കാര്യമാണ്. നമ്മൾ ദൈവമക്കൾ എന്നുള്ള പദവിയിലായിരിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയാം, 1, നാം ദൈവമക്കളാണ്. 2, നമ്മൾ കേൾക്കുന്ന വചനത്താൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. 3, 9-ാം വാക്യം, first letter of John 3:9. Those who have been born into God's family. അപ്പം നമ്മൾ ദൈവമക്കളായത് കാരണം നമ്മൾ ദൈവത്തിൻ്റെ കുടുംബത്തിനകത്ത് ജനിച്ച് വീണവരാണ്. സ്തോത്രം, ഹല്ലേലൂയ. അവരെക്കുറിച്ച് പറയുന്നു, those who have been born into God's family do not make a practice of sinning because God's life is in them, so they can't keep on sinning because they are children of God. ഒന്ന് വായിച്ച് 9. ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപത്തിൽ ജീവിക്കുന്നില്ല. ദൈവത്തിന്റെ വചനം അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയുകയുമില്ല. ആമേൻ. സഹോദരാ, അപ്പം വചനം 2 കാര്യമായി ഈ വാക്യത്തിനകത്ത് പറയുന്നത്. 1, നമ്മൾ ദൈവത്തിൻ്റെ കുടുംബത്തിനകത്തേക്ക് ജനിച്ചു വീണു. വി ഹാവ് ബീൻ ബോൺ ഇൻ ടു ഗോഡ്സ് ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് 1, നമ്മളെ ദൈവം മക്കളാക്കിയെടുത്തു. 2, നമ്മൾക്ക് അകത്തിനിയും പാപമില്ലാത്തവരാക്കിയെടുത്തു. സ്തോത്രം, നമ്മൾക്കൊരു കുടുംബം തന്നു. ഹല്ലേലൂയ. നമ്മൾക്ക് പേര് മാറ്റി കിട്ടി. സ്തോത്രം, നമ്മൾ ദൈവമക്കളെന്നായി. സ്തോത്രം, നമ്മൾ പ്രിയപ്പെട്ടവരെന്നായി. വി ഹാവ് ബീൻ ബോൺ ഇൻ ടു ഗോഡ്സ് ഫാമിലി. നമുക്കൊരു കുടുംബം കിട്ടി. ഹല്ലേലൂയ. നമുക്കൊരു കുടുംബം വന്നപ്പോൾ നമുക്കൊരു അഡ്രസ്സ് കിട്ടി. നമ്മുടെ സ്ഥാന പദവികൾ മാറി. ഹല്ലേലൂയ. നമ്മൾക്കൊരു പേര് വന്നു, ഒരു കുടുംബം കിട്ടി. ഹല്ലേലൂയ. നമ്മളൊരു പുതിയ സൃഷ്ടിയായി തീർന്നു. സ്തോത്രം, വി ഗോട്ട് എ ന്യൂ ബർത്ത്. നമുക്കൊരു പുതിയ ജീവിതം കിട്ടി, ഒരു ന്യൂ ലൈഫ് കിട്ടി, അല്ലേ? അല്ലേ, നമുക്കൊരു പുതിയ ആരംഭം കിട്ടി. സ്തോത്രം, ഇത്രയും നാളും ഉള്ളതെല്ലാം മായ്ച്ചു കളഞ്ഞേച്ച് ഒരു പദവിക്കകത്തേക്ക് കയറുവാൻ നമുക്ക് സാധിച്ചു. ഒരു പുതിയ അധ്യായം നമ്മുടെ ജീവിതത്തിൽ തുടങ്ങുവാനായിട്ട് നമുക്ക് സാധിച്ചു. ഹല്ലേലൂയ. ഈ പുതിയ കുടുംബവും പുതിയ ജീവിതവും വന്നപ്പോൾ നമുക്കൊരു പുതിയ ഹൃദയവും പുതിയ മനസ്സും ഒക്കെ നമുക്ക് തന്നു. സ്തോത്രം, നമുക്ക് ജീവിതത്തിനകത്ത് പുതിയതൊന്ന് തുടങ്ങുവാൻ കർത്താവ് നമുക്ക് അവസരം തന്നു. എന്നിട്ട് അവിടെ വചനം പറയുന്നു, ഹല്ലേലൂയ, നമുക്കിനിയും പാപം ചെയ്യാൻ പറ്റത്തില്ല. എന്താ? ബിക്കോസ് ഗോഡ്സ് ലൈഫ് ഈസ് ഇൻ ദം, അല്ലെങ്കിൽ ഗോഡ്സ് ലൈഫ് ഈസ് ഇൻ അസ്. ഗോഡ്സ് ലൈഫ് എന്ന് പറയുമ്പോൾ ഗോഡ്സ് ലൈഫിന് സോയ കൈൻഡ് ഓഫ് ലൈഫ് എന്നാണ് അതിന് പറയുന്നത്. ഗ്രീക്കിൽ ആ ഒരു വാക്യമാണ്. സോയ ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫ്. ഹല്ലേലൂയ. ഭയങ്കര സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം, ഭയങ്കര ജോയസ് ആയിട്ടുള്ളൊരു ജീവിതം. ചില ട്രാൻസ്ലേഷൻസിനകത്ത് പറയുന്നു ബിക്കോസ് ഓഫ് ഹിസ് സീഡ് എന്ന് പറയുന്നു. ഗോഡ്സ് ലൈഫ് ഇസ് ഇൻ ദം എന്ന് പറയുന്നതിന് പകരം ഗോഡ്സ് സീഡ് ഇസ് ഇൻ ദം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വിത്ത് അകത്ത് വന്നു. ഹല്ലേലൂയ. അപ്പം ദൈവത്തിൻ്റെ മക്കളാവുമ്പം നമ്മളുടെ അകത്ത് ദൈവത്തിൻ്റെ വിത്ത് വീണു. സ്തോത്രം, അല്ലേ? കുടുംബത്തിനകത്ത് മക്കളെങ്ങനെയാണ് ജനിക്കുന്നത്? അപ്പൻ്റെ വിത്ത് അവരുടെ അകത്ത് വീണു. സ്തോത്രം, സീഡ് വീണു അവരുടെ അകത്ത്. ഹല്ലേലൂയ. അതുകൊണ്ട് അമ്മയുടെ അകത്ത് അപ്പൻ്റെ സീഡ് വീണത് കൊണ്ട് അതിൽ നിന്നൊരു കുഞ്ഞുണ്ടാവുന്നു. അപ്പോൾ അപ്പൻ്റെയും അമ്മയുടെയും സകല ഗുണവിശേഷങ്ങളും കൊണ്ട് ഒരു കുഞ്ഞുണ്ടാവുന്നു. അങ്ങനെയെങ്കിൽ സ്തോത്രം, ദൈവരാജ്യത്തിനകത്ത് പ്രവേശിക്കുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും അകത്ത് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ, ദൈവരാജ്യത്തിനകത്ത് പ്രവേശിക്കണമെങ്കിൽ വചനമായ കെടാത്ത ബീജമായ എന്നേക്കും നിലനിൽക്കുന്ന, എന്നേക്കും ജീവിക്കുന്ന ദൈവത്തിൻ്റെ സകല സ്വഭാവവുമുള്ള ദൈവവചനമായ വിത്ത് നമ്മളുടെ അകത്ത് വന്ന് വീണപ്പോൾ നമ്മൾ ദൈവമക്കളായി. ഹല്ലേലൂയ. ഈ വിത്ത് അകത്ത് വന്ന് വീണത് കൊണ്ട് നമ്മൾ ദൈവമക്കളായതുകൊണ്ട് സ്വർഗത്തിൻ്റെ അവകാശികളായി തീർന്നു. സ്വർഗത്തിനകത്തേക്ക് പ്രവേശിച്ചു. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ സ്വർഗരാജ്യത്തിനകത്ത് ജീവിക്കുന്നവരായി തീർന്നു. സ്വർഗത്തിൻ്റെ അവകാശികളായി തീർന്നു. കണ്ടോ, ഈ വിത്തിനൊരു ഗുണമുണ്ട്. ഇതൊരിക്കലും നശിക്കത്തില്ല, ഇതൊരിക്കലും തോറ്റു പോകത്തില്ല, ഇതൊരിക്കലും തീർന്നു പോകത്തില്ല. ഹല്ലേലൂയ. ഇതെന്നേക്കുമായി ജീവിക്കും, എന്നേക്കുമായി നിലനിൽക്കും. സ്തോത്രം, നമ്മളെ ആള് മാറ്റിയതുപോലെ ആക്കി തീർക്കും. അല്ലെ, ഇന്ന് നമ്മൾ ഓരോരുത്തരും ദൈവമക്കളാണ് എന്ന് ദൈവവചനം വിളിച്ചു പറയുന്നെങ്കിൽ
ഇന്ന് നമ്മളുടെ അകത്ത് കിടക്കുന്നത് സ്തോത്രം ഈ കെടാത്ത ബീജമാണ്, എന്നേക്കും ജയിക്കുന്ന ഒരു വിത്താണ് സ്തോത്രം. അങ്ങനെയെങ്കിൽ നാം ജയാളികളാണ്, നാം എന്നേക്കും ജീവിക്കുന്നവരാണ്. ഹല്ലേലൂയ. നമുക്ക് ഈ ഭൂമിയിൽ യേശുവിനെ സ്വീകരിക്കുമ്പോൾ തന്നെ നമ്മൾ നിത്യജീവൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നു. സ്തോത്രം. നമ്മളുടെ അകത്ത് കിടക്കുന്ന വിത്ത് ദ്രവിച്ചു പോകത്തില്ല, നശിച്ചു പോകത്തില്ല, ഈ ലോകത്തിന് നശിപ്പിക്കാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ നമ്മളെ നശിപ്പിക്കാനും ചീത്തയാക്കാനും നമ്മളെ പാപികളാക്കി വിലയിരുത്താനും സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത് ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ജീവൻ, 9-ാം വാക്യം, ദൈവത്തിൻ്റെ ജീവൻ അവരുടെ അകത്ത് കിടക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ അവർക്ക് പാപം ചെയ്തുകൊണ്ടേയിരിക്കാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഈ കെടാത്ത ബീജം, ഈ വിത്ത്, ജീവൻ്റെ വിത്ത്, ഈ സോയ കൈൻഡ് ഓഫ് ലൈഫ് നമ്മളുടെ അകത്ത് കിടക്കുന്നത് കൊണ്ട് നമ്മൾക്ക് പാപത്തിൽ പിന്തുടരാൻ പറ്റത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആ വചനം, കർത്താവിൻ്റെ ആ സാന്നിധ്യം ഹല്ലേലൂയ നമ്മളെ പിന്തിരിപ്പിച്ച് നല്ല വഴിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ഞാൻ കുഞ്ഞിലെയൊക്കെ ഞങ്ങൾ യേശുവിനെ അറിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങളുടെ വീട്ടിൽ പറയുന്ന ഒരു കാര്യമായിരുന്നു, ക്രിസ്ത്യൻസിനെ കണ്ടു നോക്ക്, അവരുടെ മക്കൾ എങ്ങനെ പോയാലും ആഴിയും പൂഴിയും ഒക്കെ കിടന്നാലും അവരൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടും, എങ്ങനെയൊക്കെയെങ്കിലും ഗതി പിടിക്കും, എങ്ങനെയെങ്കിലുമൊക്കെ അവർ ഭയങ്കര അനുഗ്രഹമായി തീരും എന്നൊക്കെ ഞങ്ങളുടെ വീട്ടിൽ കുഞ്ഞിലെ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ക്രിസ്തുവിൽ വന്നപ്പോഴാണ് തിരിച്ചറിഞ്ഞത് അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ വന്നപ്പോൾ മനസ്സിലായി, ഒരിക്കലും കല്ലറയ്ക്ക് പോലും നശിപ്പിക്കാൻ പറ്റാത്ത ഒരു ജീവൻ എൻ്റെയും നിങ്ങളുടെയും അകത്ത് വന്ന് കയറുമെന്ന്. ഹല്ലേലൂയ. ഈ ജീവൻ അകത്ത് വന്ന് കയറുമ്പോൾ ഈ അകത്തിരിക്കുന്ന ജീവൻ വിശുദ്ധിയുള്ളതും ഹല്ലേലൂയ കല്ലറയെ തോപ്പിച്ചതും സ്തോത്രം, അകത്തിരിക്കുന്ന ജീവൻ ജയാളിയായ ജീവനും സോയ ലൈഫും എന്ന് പറഞ്ഞാൽ എല്ലാ സാഹചര്യത്തിനകത്തും സന്തോഷിക്കുന്ന ഒരു ജീവന അകത്ത് കിടക്കുന്നത്. അകത്ത് കിടക്കുമ്പോൾ, ഈ ജീവൻ അകത്ത് കിടക്കുമ്പോൾ പിന്നെ പാപത്തിനകത്തേക്ക് ഒരിക്കലും പോകാൻ പറ്റത്തില്ല. 2, ഏത് സാഹചര്യത്തിനകത്തും ഏത് പ്രതിസന്ധിക്കകത്തും ജയാളിയായിട്ടേ നിൽക്കാൻ പറ്റത്തുള്ളൂ. അതാണ് രഹസ്യം. ഹല്ലേലൂയ. അതാണ് ക്രിസ്തുവിനെ അറിഞ്ഞവർക്ക് കിട്ടുന്ന ഒരു രഹസ്യം. എന്താണ്? ഒരിക്കലും നശിച്ചു പോകത്തില്ല, ഒരിക്കലും പാപത്തിന് എന്നെ കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല. എന്നിട്ട് ഇതിൻ്റെ 10-ാം വാക്യം പറയുന്നു, 1 യോഹന്നാൻ 3:10 പറയുന്നു, സോ നൗ വി ക്യാൻ ടെൽ ഹു ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ് ആൻഡ് ഹു ആർ children of the devil. Anyone who does not live righteously and does not love other believers does not belong to God. എന്ന് പറഞ്ഞ് വായിച്ച് അതിൻ്റെ 10. ദൈവത്തിന്റെ മക്കൾ ആരെന്നും ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവനും സഹോദരനെ നീതി പ്രവർത്തിക്കാത്തവനും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. കണ്ടോ? അപ്പം ദൈവത്തിൽ നിന്നുള്ളവരാണെന്ന് നാം പറയുമ്പോൾ, നാം ദൈവമക്കളാണെന്ന് പറയുമ്പോൾ സ്തോത്രം, നമ്മളെക്കുറിച്ച് ഒരു കാര്യം ലോകം കണ്ടിരിക്കണം. ഒന്ന്, നമ്മൾ നീതിബോധത്തോടെ ജീവിക്കണം. ഹല്ലേലൂയ. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കണം. കർത്താവേ, ഞാൻ നീതിബോധത്തോടെയാണോ ജീവിക്കുന്നത്? എല്ലായിടത്തും എൻ്റെ കൊടുക്കൽ വാങ്ങൽ, ഹല്ലേലൂയ, എൻ്റെ നോട്ടങ്ങൾ, എൻ്റെ സംസാരങ്ങൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ എല്ലാ കാര്യങ്ങളും നീതിബോധത്തോടെയാണോ? ഇന്ന് കർത്താവ്, ഹല്ലേലൂയ, ഇന്ന് കർത്താവ് എൻ്റെ മുമ്പിൽ വന്നാൽ എനിക്ക് പറയാൻ സാധിക്കുമോ എൻ്റെ അകത്തെല്ലാം വിശുദ്ധിയോടെയാണെന്ന്? ഹല്ലേലൂയ. ഞാൻ മറ്റാരെങ്കിലും വേദനിപ്പിച്ചെങ്കിൽ അതിനെന്നോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ ആ വ്യക്തിയോടും സ്വർഗത്തിനോടും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? സ്തോത്രം. ഞാൻ ആ കളഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്ന് അതേപോലെ തന്നെ പിന്തുടരുവാണോ? ചിലവരെ കണ്ടിട്ടുണ്ടോ? അവർ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അവർ പൊട്ടിത്തെറിക്കും, ബഹളം വെക്കും, എല്ലാം ചെയ്യും. എന്നിട്ട് അവർ അതിന് മാനസാന്തരമില്ല, കർത്താവിനോട് ഏറ്റുപറച്ചിലില്ല, വ്യക്തികളോട് പറയത്തില്ല, ഒന്നുമില്ല. പല സ്വഭാവങ്ങൾ. ചിലപ്പം പൊട്ടിത്തെറിക്കൽ മാത്രമല്ല, ദേഷ്യപ്പെടുന്ന സ്വഭാവം, കുറ്റപ്പെടുത്തുന്ന സ്വഭാവം, പലതും കാണും. ഇതൊക്കെ ഇങ്ങനെ താലോലിച്ച് അകത്ത് പിശാചൊരു കള്ളം പറഞ്ഞു വെക്കും. പിശാച് പറയും, നീ ചെയ്തതൊക്കെ കറക്റ്റാണ്, അങ്ങനെ തന്നെ വേണം, അങ്ങനെ ചെയ്യണം, അവരെ തിരുത്തുവല്ലേ, അവരെ നേരെയാക്കുവല്ലേ എന്ന് പറയും. നോ, അങ്ങനെയല്ല
അങ്ങനെയല്ല. ഹല്ലേലൂയ. യേശുവിനെ നോക്കി പഠിച്ചാൽ മതി. യേശു ആരെയും വേദനിപ്പിച്ചില്ല, യേശു ആരെയും വലിച്ചു കീറിയില്ല, യേശു എവിടെയും പാപം ചെയ്തില്ല. അതുകൊണ്ട് ആ വചനം പറയുന്നത് നമ്മളെപ്പോലെ സകലത്തിലും അവൻ സമസ്തനാ, പാപത്തിനൊഴികെ. ഹല്ലേലൂയ. എല്ലാത്തിലും പരീക്ഷിക്കപ്പെട്ടു, പക്ഷേ ഒന്നിനകത്തും കുടുങ്ങിപ്പോയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ലിവ് റൈച്ചസ്ലി ആൻഡ് ഡസ് നോട്ട് ലവ് അതർ ബിലീവേഴ്സ്. കണ്ടോ, മറ്റ് വിശ്വാസികളെ സ്നേഹിക്കാൻ പറ്റത്തില്ല. ഇന്നൊരു കൂട്ടം ജനം ഇറങ്ങിയിട്ടുണ്ട്, കാണുന്നവരെയും കേൾക്കുന്നവരെയും ഒക്കെ കുറ്റം പറയും, അതിനോടൊപ്പം കൂട്ടുവിശ്വാസികളെയും കുറ്റം പറയും. ഹല്ലേലൂയ. ദൈവസഭയെ കുറ്റം പറയും, ദൈവരാജ്യത്തിനകത്തുള്ളവരെയും കുറ്റം പറയും, എന്നിട്ട് ഫോർവേഡ് ചെയ്യും, മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യും. കണ്ടോ, ഈ ദേവദാസൻ ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് ഫോർവേഡ് ചെയ്യും. ഈ വ്യക്തി കണ്ടോ, ഇവരിങ്ങനെയാണ്, ഈ ടീച്ചിങ് കണ്ടോ, ഇതിങ്ങനെയല്ല. ഇതിനെ ഇരുന്ന് വ്യാഖ്യാനിക്കും, ഒരു മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെയാ ഇവർ ദൈവവചനം പറഞ്ഞു, ഇങ്ങനെയല്ല പറയണ്ടേ, ഇങ്ങനെയായിരുന്നു പറയണ്ടേ, എൻ്റെ ചിന്തയ്ക്ക് അനുസരിച്ചായിരുന്നു പറയണ്ടേ. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന് മഹത്വം. കർത്താവ് പറയുന്നു, അങ്ങനെയുള്ളവർ ദൈവത്തിൽ നിന്നുള്ളവരല്ല. സ്തോത്രം. ഇന്ന് നമുക്ക് കേൾക്കേണ്ട ഒരു വിളി മാത്രമേ ഉള്ളൂ. സ്വർഗത്തിലെ അപ്പ എന്നെ നോക്കിയിട്ട്, കുഞ്ഞെ നീ പൂർണ്ണമായിട്ടും എൻ്റേതാണ് എന്ന് പറയണം. ഹല്ലേലൂയ. ഇന്ന് എവിടെയെങ്കിലുമൊക്കെ വിട്ടുകൊടുക്കണമെങ്കിൽ, മാനസാന്തരപ്പെടണമെങ്കിൽ, കർത്താവുമായിട്ട് അകന്നെങ്കിൽ, കർത്താവുമായിട്ട് ചിലപ്പം മാനസികമായിട്ടായിരിക്കത്തില്ല, പ്രവൃത്തി മൂലം പലതും അകന്നിട്ടുണ്ടാവും. കർത്താവിനോട് ഒന്ന് കൂടിച്ചേർന്ന് ഇരിക്കാൻ നമുക്കും വേണം ആ സോയ കൈൻഡ് ഓഫ് ലൈഫ്. അത് നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആ കെടാത്ത ബീജം നമ്മുടെ അകത്തുണ്ട്, പക്ഷെ അതിനെക്കുറിച്ച് ബോധമുള്ളവർ ആയിത്തീരണം. ഹല്ലേലൂയ. അങ്ങനെ തന്നെ ജീവിക്കുവാൻ നമുക്ക് നമ്മളെ പരിശുദ്ധാത്മാവ് സഹായിക്കും, ഉറപ്പായിട്ടും അതെ. ഹല്ലേലൂയ. നാം ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ്, നാം വിശുദ്ധീകരിക്കപ്പെട്ടവരാ. ഇനി വേറെ ഒന്നും ചെയ്യണ്ട മക്കളായി തീരുവാനും വിശുദ്ധീകരിക്കപ്പെടുവാനും. സ്തോത്രം. നമ്മൾ കർത്താവുമായിട്ടുള്ള ആ കൂട്ടായ്മ ബന്ധത്തിനകത്തുനിന്ന് ഇത് പൂർണ്ണമായി വെളിപ്പെടും. കർത്താവുമായിട്ടുള്ള ആ സ്നേഹബന്ധത്തിൽ നമ്മൾക്ക് പിന്നെ അനുസരിക്കാതിരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. കർത്താവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. കർത്താവ് എന്നെ ഇങ്ങനെ കാണിക്കുന്നു, ആരുടെയൊക്കെ ഭൂമി നഷ്ടപ്പെട്ടു പോയ ഭൂമി തിരിച്ച് കിട്ടുന്ന അവകാശമുള്ള ഭൂമി അത് നഷ്ടപ്പെട്ടു പോയി, പക്ഷേ ആ നഷ്ടപ്പെട്ടു പോയ ഭൂമി തിരിച്ച് മടങ്ങി കയ്യിൽ വരുന്നത് കർത്താവ് എന്നെ കാണിക്കുന്നു. സ്തോത്രം. ഇന്ന് അങ്ങനെ ഏതെങ്കിലും വിഷയത്തിൻ്റെ നടുവിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അത് ഏറ്റെടുക്കണം. ഭൂമി മാത്രമല്ല, നഷ്ടപ്പെട്ടു പോയ എന്തുണ്ടെങ്കിലും അത് മടക്കി കിട്ടുവാൻ യേശുവിൻ്റെ നാമത്തിൽ കർത്താവിന് സാധിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം.